നാട്ടിൽ ചില്ലറ കൃഷിപ്പണികളുമായി നടന്നിരുന്ന സുകുമാരൻ ഒരു സുപ്രഭാതത്തിൽ പാലക്കാട്ടേക്ക് വണ്ടി കയറാൻ തീരുമാനമെടുത്തു. പാലക്കാട്ട് കഴിയുന്ന വലിയച്ഛൻ്റെ വീടായിരുന്നു ലക്ഷ്യം. വിധിയെ അടിമുടി മാറ്റിമറിച്ച തീരുമാനമായിരുന്നു അത്. അതോടെ ജീവിതം സുകുമാരന് താൻ തെളിയിച്ച വഴിയിലൂടെയായി. സുകുമാരന്റെ വലിയച്ഛൻ പാലക്കാട്ടെ ഒരിടത്തരം കർഷകനായിരുന്നു. ചെടികളുടെ ബഡ്ഡിങ്ങിലും അദ്ദേഹം വിദഗ്ധനായിരുന്നു. പിൽക്കാലത്ത് സുകുമാരനെ ഏറെ പ്രശസ്തനാക്കി മാറ്റിയ ബഡ്ഡിംഗ് എന്ന സാങ്കേതിക വിദ്യ വലിയച്ഛനിൽ നിന്നാണ് സുകുമാരൻ സ്വായത്തമാക്കുന്നത്. ഈ ജാതി ബഡ്ഡിങ്ങിൻ്റെ തിയറികൾ പാലക്കാട് പോയി പഠിച്ചിട്ട് ആ തിയറികൾ പ്രകാരം ഞാൻ മനസ്സിലാക്കി നാട്ടിൽ വന്ന് പലരോടും ചോദിച്ചു ജാതി ബഡ് ചെയ്യാൻ തരാമോ എന്ന് ചോദിച്ചു. പലരും തരില്ല. കാരണം എന്നാന്ന് വെച്ചാൽ നല്ല രീതിയിൽ നോക്കുന്ന ജാതികൾ അറിയാവോ അറിയില്ല എന്നൊരു സംശയത്തിൻ്റെ പുറത്ത് ആരും എനിക്ക് ബഡ് ചെയ്യാൻ തന്നില്ല. അങ്ങനെ ഇരുന്ന ഒരു വെള്ളമൊക്കെ അടിച്ചിട്ട് ഒരു പുള്ളി എന്നോട് പറഞ്ഞു, എനിക്കൊരു 10 എണ്ണം ചെയ്യാനുണ്ട്, നിനക്ക് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. ഞാനത് ചെയ്തു. എല്ലാം പിടിച്ച് ക്ലിയറായിട്ട് തളുത്ത് നല്ല രീതിയിൽ കാച്ചു. അതോടുകൂടി എല്ലാവർക്കും അഭിപ്രായമായി. പലരും എന്നെ ബഡ്ഡിങ്ങിന് വിളിക്കും. ബഡ്ഡിങ്ങിലൂടെ ഞാൻ പലയിടത്തും പല സ്ഥലങ്ങളിൽ പോയി ബഡ് ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, തൃശ്ശൂർ, അവിടെ പല ഏരിയകളിലും എന്നെ ബഡ്ഡിങ്ങിന് വിളിക്കുമായിരുന്നു. ഞാൻ അതിലെല്ലാം പോയി ജാതി ബഡ് ചെയ്ത് നല്ല രീതിയിലുള്ള ഈൽഡ് എല്ലാവർക്കും ഇപ്പോൾ കിട്ടുന്നുണ്ട്. പലയിടത്തും പലരെ എന്നെപ്പറ്റി അറിയാൻ സാധിക്കും. ബഡ്ഡിംഗ് സുകുമാരന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. സുകുമാരന്റെ ജാതി ബഡ്ഡിംഗ് ഇടുക്കി ജില്ലയിൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഏതാണ്ട് 2 ദശകത്തോളം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാഞ്ഞു നടന്ന് ഈ ചെറുപ്പക്കാരൻ മേൽത്തരം ജാതി തൈകൾ ബഡ് ചെയ്തെടുത്തു. സ്വന്തമായി ഒരു നഴ്സറി രൂപപ്പെടുത്തണമെന്ന ആഗ്രഹം ഏറെക്കാലത്തിന് ശേഷമാണ് ഉടലെടുക്കുന്നത്. അപ്പോഴേക്കും സുകുമാരന്റെ തിരക്കും ഓട്ടവും വർദ്ധിച്ചിരുന്നു. ആവശ്യക്കാർക്ക് വിശ്വാസയോഗ്യവും കരുത്തുറ്റതുമായ നടീൽ വസ്തുക്കൾ ലഭിക്കുകയെന്ന ആഗ്രഹമായിരുന്നു സ്വന്തമായ നഴ്സറി എന്ന മോഹത്തിന് പിന്നിൽ. സ്വന്തമായി ഭൂമിയില്ലെന്ന പരിമിതി അപ്പോഴും തടസ്സമായി വന്നു. എന്നാൽ നിശ്ചയദാർഢ്യമുള്ള ആ കർഷകന് മുന്നിൽ പ്രതിബന്ധങ്ങൾ തടസ്സമായില്ല. ഭൂമി പാട്ടത്തിനെടുത്ത് നഴ്സറി തുടങ്ങാൻ സുകുമാരൻ തീരുമാനിച്ചു. അതിനാക്കം കൂട്ടാനെന്നോണം അപ്പോഴേക്കും മറ്റൊരാൾ കൂടി ആ ജീവിതത്തിന്റെ പങ്കുപറ്റാനെത്തിയിരുന്നു. ഭാര്യ ഗീത. ഇന്ന് 15 ഏക്കറിൽ ഐശ്വര്യം വിതച്ചു നിൽക്കുന്ന നഴ്സറിയുടെ എളിയ സമാരംഭം അങ്ങനെയായിരുന്നു. ജാതി, തെങ്ങ്, റബ്ബർ എന്നീ 3 വിളകളുടെ ഉൽപാദനത്തിലും വിതരണത്തിലുമാണ് സുകുമാരൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കാരണമുണ്ടായിരുന്നു. ഈ വൃക്ഷങ്ങളുടെ ജനിതകവും വളർച്ചയും ഫലസമ്പുഷ്ടതയുമൊക്കെ സുകുമാരന് ഉള്ളംകൈ വെള്ളം പോലെ പരിചിതമായിരുന്നു. ബഡ്ഡിംഗ് സുകുമാരന് ഹരമാണ്. മനുഷ്യ ശരീരത്തിൽ നടത്തുന്ന ഒരു ശസ്ത്രക്രിയ പോലെ തന്നെ സങ്കീർണമാണ് ചെടികളിലെ ബഡ്ഡിങ്ങുമെന്ന് സുകുമാരൻ പറയും. ജാതി ബഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫീൽഡിൽ വെച്ചിട്ട് ആ തൈയുടെ 2 സ്റ്റെപ്പിൻ്റെ മുകളിൽ ബഡ് ചെയ്താൽ മാത്രമേ ഇതിന് സമർത്ഥമായിട്ട് വളരാൻ പറ്റുന്നുള്ളൂ. കാരണം തൈയുടെ ശരിക്കും വേരൂന്നിയ തയ്യൽ 2 സ്റ്റെപ്പിൻ്റെ മുകളിൽ ബഡ് ചെയ്താൽ ഈ അടിത്തട്ട് ഈ മുളച്ചു വരുന്ന തൈക്ക് ആഹാരം സംരക്ഷിച്ചു കൊടുക്കുവാനും തൈ സമർത്ഥമായിട്ട് വളരുവാനും സാധിക്കുന്നു. വളരെ കൃത്യതയും സൂക്ഷ്മതയും ആവശ്യപ്പെടുന്ന ഒരു ജോലിയാണിത്. ബഡ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു സർജനെ പോലെ കൈത്തഴക്കവും കണിശതയും വേണം. ശ്രദ്ധ അല്പമൊന്ന് തെറ്റിയാൽ മനുഷ്യ ശരീരത്തിൽ നിന്നും പ്രാണനറ്റു പോകുന്നത് പോലെ ചെടികളുടെ ജീവനും കെട്ടുപോകും. ജാതി തൈകൾ ബഡ് ചെയ്തെടുക്കാനാണ് ഏറ്റവുമധികം വൈദഗ്ധ്യം വേണ്ടതെന്ന് സുകുമാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. കർഷകന്റെ പ്രാർത്ഥന പോലെയായിരിക്കും ചെടികൾ പിടിച്ചു കെട്ടുന്നത്. കൈപുണ്യവും കൈത്തഴക്കവും ശീലിച്ച സുകുമാരനെ ചെടികൾ ഏൽപ്പിക്കുന്നതിൽ കർഷകർക്ക് വിമിഷ്ടമില്ല. അതിവേഗത്തിലും സൂക്ഷ്മതയോടെയുമാണ് ആ കൈകൾ ചലിക്കുന്നത്. ദൈവത്തിന്റെ ഇച്ഛ പോലെ സുകുമാരൻ ഒരു സസ്യത്തിന് ഉയിര് നൽകിയെടുക്കുന്നു. ജാതി തൈകൾ ബഡ് ചെയ്ത് 1 വർഷം മുതൽ 2 വർഷം വരെ വളർത്തിയതിനു ശേഷമാണ് കർഷകർക്ക് നൽകുന്നത്. ബഡ് ചെയ്ത ചെടികൾ പ്രത്യേകം പോളിത്തീൻ ബാഗുകളിലോ പ്ലാസ്റ്റിക് ചാക്കുകളിലോ സൂക്ഷിക്കുന്നു. ജാതിയോ തെങ്ങോ റബ്ബറോ ആകട്ടെ, ഓരോ ചെടിയും സുകുമാരന് തൻ്റെ മക്കളെ പോലെയാണ്. രാവിലെ ഉറക്കമുണർന്നയുടനെ നഴ്സറിയിലേക്ക് ഓടിയെത്തുകയാണ് പതിവ്. ഇതിനിടയിലെങ്ങാനും ഒരു കടുംചായ അകത്താക്കിയിരിക്കും.
പിന്നെ നഴ്സറിയിൽ ഓരോ പണിത്തിരക്കുകളിലേക്ക് ഊളിയിടുകയായി. ഇവിടെ സുകുമാരൻ്റെ കണ്ണെത്താത്ത ഒരു ചെടി പോലും ഇല്ലെന്ന് പറയാം. ഓരോ ചെടിയുടെയും വളർച്ച നിരീക്ഷിച്ച് വളവും വെള്ളവുമൊക്കെ നൽകി സുകുമാരൻ അതിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. സുകുമാരൻ്റെ ജാതി തൈകൾ ആദ്യ കാഴ്ചയിൽ തന്നെ കർഷകരുടെ മനസ്സ് നിറയ്ക്കുന്നു. കരുത്തും ഊർജ്ജസ്വലതയും സമ്മേളിച്ചവയാണ് ഈ ചെടികൾ. ഏതൊരു കർഷകന്റെയും സ്വപ്നമാണ് ഗുണനിലവാരമുള്ള നടീൽ വസ്തു. ആ സ്വപ്നം ഇവിടെ സഫലമാകുന്നു. നാട്ടുജാതിയും കാട്ടുജാതിയും കൂടിക്കലർന്ന സങ്കര ഇനമാണ് സുകുമാരൻ്റെ തൈകൾ. കാട്ടുജാതിയുടെ കമ്പുകളാണ് ബഡ്ഡിംഗ് വുഡായി ഉപയോഗിക്കുന്നത്. ഇതിനായി കാട്ടുജാതിയുടെ കുരു മുളപ്പിച്ച് ചെടികളാക്കി സുകുമാരൻ സംരക്ഷിച്ചു വരുന്നുണ്ട്. പണ്ട് ഈ നാടൻ ജാതിയിലായിരുന്നു ഫീൽഡിൽ ബഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന് ഇത് ഒരേ ബ്ലഡാണെന്നും അതുപോലെ തന്നെ ഈ കാട്ടുജാതി ബഡ് ചെയ്താൽ പിടിക്കുമെന്നും ഇങ്ങനെ സ്വന്തമായിട്ടൊരു ഐഡിയാപരമായിട്ട് എനിക്ക് തോന്നുകയും അത് ഞാൻ വനത്തിൽ നിന്ന് കാട്ടുജാതിക്ക കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ കൂട്ടിൽ പാകി, നഴ്സറിയിൽ കൂട്ടിപ്പാകി അതിൽ നാടൻ്റെ കണ്ണെടുത്ത് ഒട്ടിച്ച് നോക്കി. അപ്പോൾ ബ്ലഡ് കറക്റ്റാകണോ അത് പിടിച്ചു. അതിലൂടെ ഞാൻ ജാതി ബഡ്ഡിങ്ങിന് ഇതിൻ്റെ അതുകൊണ്ട് തന്നെ ഈ കാട്ടിലെ വൃക്ഷം കാട്ടുജാതി എന്ന് പറയുമ്പോൾ 10, 100, 120 വണ്ണം വലിപ്പമുള്ള കാട്ടുജാതികളുണ്ട്. ആ കാട്ടുജാതികളുടെ കായാണിത്. സങ്കര ഇനം ജാതി തൈകൾക്ക് ഗുണമേന്മ കൂടുമെന്നാണ് അനുഭവ സാക്ഷ്യം. ഇത്തരം ജാതി മരങ്ങൾ വേനലിനെയും രോഗങ്ങളെയും ചെറുക്കുന്നവയാണ്. കാട്ടുജാതിയുടെ വേരുപടലം വിസ്തൃതവും ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതുമാണ്. ഇതുവഴി ധാരാളം ജലം വലിച്ചെടുക്കാനാകുന്നു. ആഴ്ന്നിറങ്ങി ജലം ശേഖരിക്കുന്നത് കൊണ്ട് ജാതി മരങ്ങൾ വേനലിനെ അനായാസം അതിജീവിക്കുന്നു. വെള്ളക്കായ് പൊട്ടുന്നത് പോലെയുള്ള രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കാട്ടുജാതി ചെടികൾക്ക് ശേഷിയുണ്ട്. ജാതി ചെടികളുടെ ബഡ്ഡിംഗ് ഏറെ സൂക്ഷ്മത വേണ്ട പ്രവൃത്തിയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ബഡ്ഡിങ്ങിന്റെ ശാസ്ത്രീയ ഘട്ടങ്ങളെപ്പറ്റി ഇനി പറയാം. ജാതി മണ്ണിൽ വെച്ച് വളർത്തി 2 തട്ട് ശിഖരങ്ങൾക്ക് മുകളിലായി ബഡ് ചെയ്താൽ മാത്രമേ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. ഇതിനായി ഒരേ രീതിയിൽ കായ്ക്കുന്ന മാതൃസസ്യത്തിന്റെ ബഡ് കണ്ണ് അല്ലെങ്കിൽ മുകുളങ്ങളാണ് ബഡ്ഡിങ്ങിനായി ഉപയോഗിക്കുന്നത്. ബഡ് വുഡിൽ നിന്നും ബഡ് കണ്ണ് മുറിച്ചെടുക്കുന്ന ജോലിയാണ് ആദ്യം. ഇതിനു മുമ്പായി ബഡ് വുഡ് നന്നായി വൃത്തിയാക്കിയിരിക്കണം. ബഡ് വുഡിൽ പൊടിപടലങ്ങളോ മറ്റു മാലിന്യങ്ങളോ തട്ടാത്ത വിധത്തിലായിരിക്കണം മുറിച്ചെടുത്ത് സൂക്ഷിക്കേണ്ടത്. ഇങ്ങനെ മുറിച്ചെടുത്ത ബഡ് കണ്ണ് ബഡ് പാച്ചിന് തുല്യമായ അളവിൽ ചെത്തിയെടുക്കുന്നു. തുടർന്ന് ചേർത്ത് വച്ച് സെല്ലോ ടേപ്പ് ചുറ്റി ബഡ്ഡിംഗ് പൂർത്തീകരിക്കുന്നു. കാഴ്ചയിൽ അനായാസമെന്ന് തോന്നുമെങ്കിലും ആയാസരഹിതമായ ഒരു പ്രവൃത്തി തന്നെയെന്ന് ബഡ്ഡിങ്ങിനെ വിശേഷിപ്പിക്കാതെ വയ്യ.